വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എല്ലാവരും റെഡി ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാണല്ലോ അല്ലേ? അപ്പം മിസ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ആയിട്ട് നിങ്ങളെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. 2, 3, 4 മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പം നമുക്ക് നേരെ ഡിസ്കസ് ചെയ്താലോ. നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എക്സ്ക്രീഷനിലെ മേജർ പാർട്ടാണെന്ത്? കിഡ്നി. അതുപോലെ തന്നെ നെഫ്രോണിൻ്റെ പിക്ചറും അതിൻ്റെ ഇല്ലസ്ട്രേഷനും ഒക്കെ. അപ്പം അതിലെ ചോദ്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു ഫിഗറും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പഠിക്കാം. സോ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കേടാ? സോ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ഒരു അനലൈസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആൻഡ് റൈറ്റ് ദ ഡിഫറൻസസ് ആണ് ചോദ്യം. റീഅബ്സോർപ്ഷൻ, സെക്രീഷൻ, ഗ്ലോമെറുലർ ഫിൽട്രേറ്റ് ആൻഡ് യൂറിൻ അല്ലേ? ചുവടെ തന്നിരിക്കുന്ന ഓരോന്നും വിശകലനം ചെയ്ത് അവ തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ് ചോദ്യം. അപ്പോൾ നോക്കിയേ, പുനരാകിരണവും ശ്രവണവും ഉണ്ട്, ഗ്ലോമെറുലർ ഫിൽട്രേറ്റും ഉണ്ട്, അതുപോലെ തന്നെ മൂത്രവും. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ചിത്രമാണ് പഠിക്കേണ്ടത്. നമ്മുടെ നെഫ്രോണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സൂക്ഷ്മ അരിക്കൽ നടക്കുന്നുണ്ട് അല്ലേ? അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. അപ്പം ഒന്നാമതായിട്ട് നടക്കുന്നതാണെന്ത്? അൾട്രാ ഫിൽട്രേഷൻ. എന്താണ്? അൾട്രാ ഫിൽട്രേഷൻ അഥവാ സൂക്ഷ്മ അരിക്കൽ. അതെവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? നിങ്ങൾ നോക്കുക. നമ്മുടെ ഈ ബൗമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലുള്ള ഗ്ലോമറൽ ഫിൽട്രേറ്റ് എന്ന് പറയുന്ന ഈ ചെറിയ ചെറിയ കാപ്പലറീസ് ഉണ്ട്. ആ ഗ്ലോമറൽസിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? രക്തത്തെ മുഴുവനായിട്ടും സൂക്ഷ്മമായി അരിക്കപ്പെടുന്നത് അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഗ്ലോമറൽസിലേക്ക് ഉള്ളിലേക്ക് ഒരു വെസലും ഉണ്ട്, ഇങ്ങോട്ടേക്കും ഒരു വെസലുണ്ട്. ഈ ഇങ്ങോട്ടേക്കുള്ള ഉള്ളിലേക്ക് പോകുന്ന വെസലിനെയാണ് നമ്മൾ അഫറൻ വെസൽ എന്ന് പറയുന്നത്. അവിടുന്ന് രക്തത്തെ കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ ഇഫറൻ വെസൽ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം വരുന്നു. ആ ഒരു ഡയാമീറ്റർ ഡിഫറൻസിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? നല്ല പ്രഷർ ഉണ്ടാവുന്നു. ആ പ്രഷർ വഴി എന്ത് ചെയ്യുന്നു? ബ്ലഡിനെ കംപ്ലീറ്റ് ആയിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ബ്ലഡ് കാപ്പിലറീസിൽ നിന്നും ഫിൽട്ടർ ഔട്ട് ആയിട്ടുള്ള ബ്ലഡ് ഉണ്ടല്ലോ, ആ ബ്ലഡിൽ നിന്നും പ്യൂരിഫൈഡ് ആയതിനെയാണ് ഇങ്ങോട്ടേക്ക് എടുക്കുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇതിൽ നിന്നും ബാക്കി വരുന്ന പ്യൂരിഫൈഡ് അല്ലെങ്കിൽ ബ്ലഡ് എത്രത്തോളം അരിക്കാൻ പറ്റുമോ അരിച്ച് വന്ന വേസ്റ്റിനെ എന്ത് ചെയ്യുന്നു? ഈ യെല്ലോ ട്യൂബിലേക്ക് പോകുന്നു. ആ യെല്ലോ ട്യൂബിനെയാണ് നമ്മൾ റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. എന്താണ്? റീനൽ ട്യൂബ്യൂൾ. അവന് ആ ഒരു രണ്ടാമത്തെ ഈ ഒരു വലിയ ട്യൂബ് ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നുണ്ട്. അതിന് ചുറ്റുമായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? പെരി ട്യൂബുലാർ കാപ്പിലറീസ് കാണാം അല്ലേ? പെരി ട്യൂബുലാർ കാപ്പിലറീസ്, അതായത് നമ്മൾ എന്ത് പറയുന്നു? ബാഹ്യനളിക ലോമിക ജാലം. അപ്പം നിങ്ങൾ ഇവിടെ നോക്കിക്കേ, വൃക്കാനളികയും ബാഹ്യനളിക ലോമിക ജാലവും ഇങ്ങനെ ചുറ്റി പിണഞ്ഞ് കിടക്കുകയാണ്. അവിടെ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? വീണ്ടും ബാക്കിയുള്ള റീഅബ്സോർപ്ഷൻ നടക്കുകയാണ്. നമ്മുടെ രക്തത്തിൽ നിന്ന് ഇനി എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വേസ്റ്റിൽ ഇനിയും നമ്മുടെ ബ്ലഡിൽ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ ഗ്ലോമെറുലർ ഫിൽട്രേറ്റിൽ നിന്നും ബാക്കിയുള്ളതിനെയും കൂടെ എന്തെങ്കിലും അമിനോ ആസിഡ്, ഗ്ലൂക്കോസ്, അയോണുകളൊക്കെ പോകാൻ നോക്കുകയാണെങ്കിൽ അതിനെയും കൂടെ തിരിച്ച് രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യാൻ. അപ്പം റീഅബ്സോർപ്ഷൻ ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലേ? റീഅബ്സോർപ്ഷൻ, പുനരാകിരണം. ഓക്കെ, അപ്പം പുനരാകിരണം ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. സെറ്റല്ലേ? യെസ്. ഇനി അവിടെ നിന്ന് ബാക്കിയുള്ളതും കൂടെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേസ്റ്റ് ആയിട്ടുള്ള യൂറിനാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? ശേഖരണ നാളി അല്ലെങ്കിൽ നമ്മുടെ കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് പോകുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? യെസ്. ഇനി ഇവിടെ നോക്കിക്കേ, നിങ്ങൾ മിസ് ആദ്യം പറഞ്ഞ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്ന വ്യത്യാസം അനുസരിച്ച് അവിടെ ഒരു പ്രഷർ മർദ്ദമുണ്ടാവുന്നു. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? അവിടെ ആ ഒരു അൾട്രാ ഫിൽട്രേഷൻ സൂക്ഷ്മരിക്കൽ നടക്കുന്നു. തിരിച്ച് നമ്മുടെ റീനൽ ട്യൂബ്യൂളും പെരി ട്യൂബുലാർ ആ ഒരു കാപ്പിലറീസിന് അവിടെ നിൽക്കുമ്പോൾ നോക്കുക, ഗ്ലൂക്കോസ്, അമിനോ ആസിഡും എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാണ് അല്ലേ? അപ്പം യൂറിനിൽ എന്തുണ്ടാവില്ല? ഗ്ലൂക്കോസും അമിനോ ആസിഡും ഉണ്ടാവില്ല. കാരണം ഗ്ലോമറൽ ഫിൽട്രേറ്റിൽ നിന്ന് അത് തിരിച്ചറി അബ്സോർബ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യുന്നു? സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം അയോൺസ് അതുപോലെ വാട്ടറിൻ്റെ ഒക്കെ പാർഷ്യൽ റീഅബ്സോർപ്ഷൻ ആണ് നടക്കുന്നത് അല്ലേ? അതായത് ഭാഗികമായ ആഗിരണം എവിടെ നടക്കുന്നു? ഈ പറയുന്ന റിന്യൂൽ ട്യൂബ്യൂളിൽ വെച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് എന്തായി പോകുന്നുള്ളൂ? ജലമാണ് കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് പോയി അവിടുന്ന് പെൽവിസിലേക്ക് പോകുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, ഗ്ലോമറൽ ഫിൽട്രേറ്റിൽ നിന്ന് വീണ്ടും അൾട്രാ ഫിൽട്രേഷനും റീഅബ്സോർപ്ഷനും കഴിയുമ്പോൾ നോക്കുക, ഇവിടെ ഗ്ലൂക്കോസും അമിനോ ആസിഡും ഇവിടെ ഇല്ല. അതുപോലെ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം അയോണുകൾ എന്താണ്? കുറച്ചൊക്കെ ഉള്ളൂ. അതുപോലെ യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനൊക്കെയാണ് യൂറിനിലുള്ളത്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. അപ്പം നമ്മൾ എങ്ങനെ എഴുതണം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിക്കുമ്പം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുമ്പം ഇതുപോലെ എഴുതണം. നോക്ക്, റീഅബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ വെൻ ഗ്ലോമെറുലർ ഫിൽട്രേറ്റ് flows through renal tubule to the collecting duct, essential components are reabsorbed to tubular capillary അല്ലേ? അപ്പോൾ നോക്കുക,
നോക്കുക, ഗ്ലോമറുലർ ഫിൽട്രേറ്റ് വൃക്കാനാളികയിലൂടെ ഒഴുകുമ്പോൾ അവശ്യ വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, ബാഹ്യനാളികാജാലത്തിൽ നിന്ന് തിരിച്ച് പുനരാഗിരണം ചെയ്യുകയാണ്. അതാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഫിൽട്രേഷൻ. അപ്പം പുനരാഗിരണവും ഈ ഒരു ഫിൽട്രേഷനും തമ്മിലുള്ള റീഅബ്സോർപ്ഷനും ഉള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പം ഈ ഒരു വ്യത്യാസം നമ്മൾ അത് എഴുതി കഴിഞ്ഞു, റീഅബ്സോർപ്ഷനും അതുപോലെ തന്നെ സെക്രീഷനും. Okay, absorption of excess water from glomerular filtrate takes place in the collecting duct. അടുത്തത് glomerular filtrate. അവിടെ രക്തം ഗ്ലോമറുലസിലൂടെ ഒഴുകുമ്പോൾ സൂക്ഷ്മരിക്കലിന് വിധേയമായി ക്യാപ്സുലാർ സ്പേസിൽ ഉണ്ടാകുന്ന ദ്രവം മൂത്രം ശേഖരണ നാളിയിലേക്ക് പോകുന്നു അല്ലേ. അങ്ങനെ ശേഖരണ നാളി ശ്രവണ പ്രക്രിയയ്ക്ക് ശേഷം രൂപപ്പെടുന്ന ദ്രാവകമാണ് എന്താ, യൂറിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോമറുലർ ഫിൽട്രേറ്റ് എന്ത് സംഭവിക്കുന്നു, ആ ഒരു ഫിൽട്രേഷൻ സമയത്ത് എന്ത് ചെയ്യുന്നു, ബ്ലഡ് എന്ത് ചെയ്യാണ് ക്യാപ്സുലാർ സ്പേസിലേക്ക് എത്തിക്കുന്ന ആ ഒരു ഫിൽട്രേഷനാണ് നമ്മൾ ഗ്ലോമറുലർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. അതാണ് ആ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. യൂറിൻ എന്ന് പറയുന്നതോ അബ്സോർപ്ഷനൊക്കെ കഴിഞ്ഞ് എക്സസ് ആയിട്ടുള്ള വാട്ടറിൻ്റെ കൂടെ യൂറിയ ഒക്കെ ചേർന്നിട്ടുള്ള വേസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, കളക്ടിങ് ഡക്റ്റിലേക്ക് പോകുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂറിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം ഇതേപോലെ തന്നെ മറ്റൊരു ചോദ്യം നോക്കുക. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. റീനൽ ട്യൂബ്യൂൾ, ഗ്ലോമറുലസ്, കളക്ടിങ് ഡക്റ്റ് തന്നിട്ടുണ്ട്. നോക്കുക, റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത് ബിഗിൻസ് ഫ്രം ബൗമാൻസ് ക്യാപ്സ്യൂൾ ആണ് അല്ലേ. ബൗമാൻസ് ക്യാപ്സ്യൂൾ തുടക്കത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, റീനൽ ട്യൂബ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തത് വൃക്കാനാളിക ബൗമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് ആരംഭിക്കുന്ന അതിൻ്റെ ധർമ്മം എന്താണ്, പുനരാഗിരണം, ജലത്തിൻ്റെ ആഗിരണം അല്ലെ, പുനരാഗിരണമാണ്, ദാറ്റ് ഈസ് റീഅബ്സോർപ്ഷൻ ആണ്. ഇനി ഗ്ലോമറുലസ് എന്ന് പറയുമ്പോൾ ബിഗിൻസ് ഫ്രം ദി ബൗമാൻസ് ക്യാപ്സ്യൂൾ ആണ്. ബൗമാൻസ് ക്യാപ്സ്യൂളിലാണ് എന്ത് കാണുന്നത്, നമ്മൾ ഗ്ലോമറുലസ് കാണുന്നത്. അവിടെ എന്താണ്, റീഅബ്സോർപ്ഷൻ ആണ്, എന്താണ്, ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കാപ്പിലറീസിൻ്റെ കളക്ഷൻ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നോക്ക്, കറക്റ്റ് ആൻസർ റീനൽ ട്യൂബ്യൂൾ ബിഗിൻസ് ഫ്രം ബൗമാൻസ് ക്യാപ്സ്യൂൾ, അവിടെ ഫംഗ്ഷൻ റീഅബ്സോർപ്ഷൻ ആണ്. ഗ്ലോമറുലസ് എന്താണ്, കളക്ഷൻ ഓഫ് കാപ്പിലറീസ്, കാപ്പിലറീസ് എല്ലാം കൂടെ അടിഞ്ഞുകൂടി നിൽക്കുന്ന ഭാഗം ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് ആണ്. കളക്ടിങ് ഡക്റ്റ് എന്ന് പറഞ്ഞാലോ ഓപ്പൺസ് ഇൻ ടു പെൽവിസ്, വാട്ടർ അബ്സോർപ്ഷൻ. അപ്പം ഇതിൻ്റെ ആൻസർ ആണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. ഗ്ലോമറുലസ് സൂക്ഷ്മ അരിക്കൽ ലോമികളുടെ കൂട്ടമാണ്, സൂക്ഷ്മ അരിക്കലാണ്. ശേഖരണ നാളിയിൽ പെൽവിസിലേക്ക് തുറക്കുന്ന ഭാഗമാണ് എന്ത്, നമ്മുടെ ഈ ഒരു ശേഖരണ നാളി എന്ന് പറയുന്നത് ജലത്തിൻ്റെ ആഗിരണമാണ് അവിടെ നടക്കുന്നത്. അപ്പം ഈ ഒരു ആൻസർ കറക്റ്റായിട്ട് ടാബുലേറ്റ് ചെയ്യാൻ പഠിക്കുക. അപ്പം ഈ ഒരു ചിത്രം നല്ല രീതിയിൽ വൃത്തിയിൽ പഠിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യും, അൾട്രാ ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ, അതുപോലെ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. സൂക്ഷ്മ അരിക്കലാണ് ഒന്നാമത്തെ ഘട്ടം, രണ്ടാമത്തേത് പുനരാഗിരണവും ശ്രവണവുമാണ്, മൂന്നാമത്തേതാണ് ജലത്തിൻ്റെ ആഗിരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത്രയും ഒരു വലിയ ഭാഗം ക്ലിയർ ആവും. കാരണം 3ഉം 4ഉം മാർക്കിന് വരെ A+ ലെവൽ ക്വസ്റ്റ്യൻ വരുന്നതാണ് ഈ ഒരു ഭാഗത്തുനിന്ന്. അപ്പം നല്ല രീതിയിൽ പഠിക്കുക, കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ആക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ എൻ എക്സാം. ബൈ.